ഒരു എഴുത്ത് തന്നിട്ടുണ്ട് സാർ. സാഗറിന് ഞാൻ ഈ എഴുത്തെഴുതുന്നത് പേടിച്ചു വിറച്ചുകൊണ്ടാണ്. ഇവിടെയുള്ളവർ ഓരോന്ന് പറയുന്നു. സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ ഉപദ്രവിക്കുന്നും മറ്റും. സാഗറിനെ അയാൾ... എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല. രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല. എനിക്ക് സാഗറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ എഴുത്തു കൊടുത്തയച്ചത്. കണ്ടില്ലേ, ഇപ്പൊ മനസമാധാനമില്ലേ? ആദ്യമായിട്ടാ എന്റെ കാമുകി എനിക്കൊരു കത്തെഴുതുന്നത്. പക്ഷേ ഉള്ളടക്കം മോശമായി പോയി. അല്ല, ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചു പോയതാ. ജ്യോതി, നീ എന്തിനാ അവരും പറയുന്ന കേട്ട് വിഷമിക്കുന്നത്? നീ വിചാരിക്കുന്ന തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാനും ശേഖരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, പങ്കുവെച്ചോടെ നിർത്തി. പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല. ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത്. എന്താ, സമാധാനമായില്ലേ? ദൈവമേ, ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. ആദ്യമായി എന്റെ കാമുകിയുടെ മുഖത്ത് വിരഹവേദനയില്ല, കണ്ണുനീരില്ല, കരച്ചിലില്ല. ഞാൻ വരട്ടെ.